എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1982 ദിവസമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത്, നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് പ്രൊഫസർ ഡോക്ടർ പട്ടാഭി സീതാരാമൻ സാറാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പട്ടാഭി സീതാരാമൻ സാർ എൻ്റെ ഒരു ഗുരു കൂടിയാണ്. അദ്ദേഹത്തെ ആദ്യമായി ഒന്നുകൂടി ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തുന്നു. പട്ടാഭി സീതാരാമൻ സാറ് ആതുരാശ്രമ NSS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൊഫസറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ക്ലാസിക്കൽ ഹോമിയോ ക്ലിനിക്ക് എന്നുള്ളൊരു ക്ലിനിക്ക് TB റോഡ് ചങ്ങനാശ്ശേരിയിൽ നടത്തി വരുന്നു. അദ്ദേഹം ഇന്നെടുക്കുന്ന വിഷയം പുരുഷ വന്ധ്യതയിൽ സാറിന്റെ അനുഭവങ്ങൾ ആണ് സാറിന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഏറ്റവും സ്നേഹപൂർവവും ആദരപൂർവവും സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ക്ലാസ് തുടങ്ങാം സാറേ. Hello, good morning all doctors. I am Dr. Pattabhi Sitaraman, retired professor, Homeo College, Kuruchi. എൻ്റെ സെഷൻ മലയാളം ആയതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാം. എന്നോട് താങ്കൾ എൻ്റെ ശിഷ്യയാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഏത് ഇയറിലാണ്? ഞാന് 85 പാസ് ഔട്ട്, 84 പാസ് ഔട്ടായി. അപ്പോ നമ്മള് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുരുഷവന്ധ്യതയെ കുറിച്ചാണ്. വന്ധ്യത സ്ത്രീയിലും പുരുഷനും ഉണ്ട്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പുരുഷവന്ധ്യതയാണ്. ഷണ്ഡത്വം അഥവാ നപുംസകത്വം അഥവാ നമുക്കൊരറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയാം. വേറെടുത്ത് പറഞ്ഞാൽ കുട്ടികളെ ജനിപ്പിക്കുന്നുള്ള കഴിവില്ലാഴിക. തീർച്ചയായും സ്ത്രീകളിലും പുരുഷന്മാരിലും ഇതുണ്ടാകുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള കേസുകളും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് പുരുഷവന്ധ്യതയാണല്ലോ. അതുകൊണ്ട് നമുക്ക് പുരുഷവന്ധ്യതയിലേക്ക് പോകാം. ഈ പൊതുവെ ഒരു കാനേഷുമാരി കണക്ക് വന്ധ്യതയെ കുറിച്ച് പറഞ്ഞാൽ 1/3 കേസുകൾ പുരുഷന്മാരാണ്, 1/3 കേസ് സ്ത്രീകളിലാണ്. 1/3 കേസ് രണ്ട് പങ്കാളികളും സ്ത്രീയും പുരുഷനും അതിനകത്ത് ചികിത്സ അറിയിക്കുന്നവരാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു കേസ് നമ്മുടെ അടുത്ത് വരുമ്പം ഞാൻ ആ കേസ് വരുന്ന രീതിയിൽ കൂടെ ഒന്ന് പറയുകയാണ്. സാറേ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 1 കൊല്ലമായി, കുട്ടികളുണ്ടാകുന്നില്ല, ആകുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എത്ര ഒന്നിച്ചാണോ താമസിക്കുന്നത്? എല്ലാവരും ഒന്നിച്ച് തന്നെയാണോ, അത് വേറെ വേറെ ആണോ? അപ്പോൾ 1 കൊല്ലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയാണ്, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലം ദമ്പതികൾ ഒന്നിച്ച് താമസിച്ചിട്ട് കുട്ടികളുണ്ടാകുന്നില്ലെങ്കിൽ അവിടെ ഒരു ചികിത്സ ചെയ്യേണ്ട സാഹചര്യം സംജാതമായിരിക്കുകയാണ്. കേൾക്കാമോ? ക്ലിയറായി കേൾക്കാമോ? ക്ലിയറായി കേൾക്കുന്നു എന്നറിയാനാണ്. നല്ല ക്ലിയറായി തന്നെയാണ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പുരുഷവന്ധ്യതയിലേക്ക് പോയാൽ ആദ്യമായി നമ്മൾ ചിന്തിക്കുന്നത് പുരുഷവന്ധ്യയുടെ കാര്യം എന്താണെന്ന്. അവരൊന്ന് കുട്ടികളുണ്ടാകുന്നില്ല എന്നേ പറയാറുള്ളൂ. നമ്മൾ സാധാരണ അപ്പോൾ എൻക്വയറി ആരംഭിക്കുകയാണ്. എന്തുകൊണ്ട് പുരുഷവന്ധ്യത ഉണ്ടാകാം, അല്ലെ എന്തെല്ലാം കാരണങ്ങളെ കൊണ്ടുണ്ടാകാം,
ബീയിങ് എ ഡോക്ടർ അതൊരു പ്രധാന കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൃഷ്ണങ്ങളിലാണ്, അല്ലേ? അപ്പോൾ വൃഷ്ണങ്ങളിലെ പ്രശ്നങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. വൃഷ്ണങ്ങളിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ ഞാൻ ചോദിക്കാറുള്ളത് പ്രശ്നങ്ങളൊക്കെ പ്രത്യക്ഷമായി കാണാനുണ്ടോ, അല്ലെ പ്രശ്നങ്ങൾ മുകളിൽ തങ്ങിയിരിക്കുന്ന അവസ്ഥയാണോ? നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുന്നത് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്നായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ആ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് മൂലം ബീജങ്ങൾ ഉണ്ടാകുന്നെന്ന് വരികിൽ തീർച്ചയായും ആ ബീജങ്ങൾ സാധാരണ ബീജങ്ങളായിരിക്കുകയില്ല, അസാധാരണമായ പല കാര്യങ്ങളുള്ള ബീജങ്ങളായിരിക്കും. അത് നമുക്ക് അതിൻ്റെ ബീജങ്ങളുടെ ഡിഫക്റ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ കൊണ്ടുവരാം. രണ്ടാമത് പറയുന്നത് ജന്മനായുള്ള വൈകല്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ജന്മനാ വൈകല്യങ്ങൾ മിക്കവാറും പറയാവുന്ന വളർച്ചയില്ലാത്ത പ്രശ്നങ്ങളാണ്. ടെസ്റ്റിക്കിൾസ് വളർച്ചയില്ല. നമുക്കത് മിക്കവാറും ഞാനൊക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പരിശോധിക്കും. പ്രശ്നങ്ങൾക്ക് സാധാരണ ഒരു ആൽമണ്ട് സൈഡിൻ്റെ വലിപ്പം ഉണ്ടായിരിക്കണം, അതിന് 2 എണ്ണം ഉണ്ടായിരിക്കണം, അതിന് നമുക്കത് പാൽപ്പേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെയൊക്കെയുള്ള പരിശോധനകൾ കൂടെ ആ പരിശോധനകളിൽ നിന്ന് വിഭിന്നമായി അണ്ടർ ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ അതൊരു കാരണമാണ്. മൂന്നാമത് പറയുന്ന കാരണം അസുഖങ്ങളാണ്. പ്രധാനമായിട്ടും വന്ധ്യതയെ ബാധിക്കുന്ന അസുഖം ഡയബറ്റീസ് ആണ്. പ്രമേഹം, ഡയബറ്റീസ് ജന്മന അല്ല വൈകല്യം ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. മൂന്നാമത്തെ ഒരു പ്രധാന കാരണം ജനിക രോഗങ്ങളായ ഗൊണേറിയ ഒന്ന്. രണ്ടാമത് നമുക്കൊക്കെ അറിയാം മംസ്, മുണ്ടുനീര് വന്നുള്ള കേസുകളിൽ വന്ധ്യതയ്ക്കുള്ള സാഹചര്യമുണ്ട്. ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞാൽ സ്ത്രീകളിലാണെങ്കിൽ ഓവറീസിനെ ബാധിച്ച് അവർക്കും വന്ധ്യത ഉണ്ടാകാനുള്ള കാരണമാണ് മംസ്, സിവിയർ മംസ്. മൂന്നാമത് കാര്യം HIV പോലുള്ള അസുഖങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. നാലാമതൊരു കാര്യം അകാല സ്ഖലനം, ഫൈബ്രോസിസ് പോലെയുള്ള അസുഖങ്ങൾ, പ്രശ്നങ്ങളിലെ തടസ്സങ്ങൾ, എപ്പിഡിഡിമസിലെ വീക്കങ്ങൾ, എപ്പിഡിഡിമൈറ്റിസ്. അടുത്ത പ്രധാന കാരണം പ്രശ്നങ്ങളിലെ പരിക്കുകൾ, ഇഞ്ചുറീസ് ടു ടെസ്റ്റിസ്. ഐ തിങ്ക് യു ആർ ഫോളോയിങ്, നോ? ഫോളോയിങ്? യെസ്. അപ്പൊ അത്രയും കാര്യങ്ങളെ നമുക്ക് ബയോളജിക്കലായ അല്ലെങ്കിൽ ശാരീരികമായ ഡിഫക്റ്റ് എന്ന് പറയാം. പിന്നെ ജീവിതത്തിൽ അക്വയർഡായ കാരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അമിതമായ മദ്യപാനം, ചില രാസവസ്തുക്കൾ, രാസലഹരി, അനുവദിക്കപ്പെടുന്നതിൽ കൂടുതൽ എക്സ്പോഷർ ടു റേഡിയേഷൻ, അതായത് റേഡിയോ, എക്സ്റേ, അങ്ങനെയുള്ള റേഡിയേഷൻ പോലത്തെ സ്ഥലങ്ങളിൽ പരിധിക്കപ്പുറമായി ജോലി ചെയ്യുന്നവർക്ക് അതുമൂലം വന്ധ്യത ഉണ്ടാകാം. മറ്റു പ്രധാന കാരണം വെരിക്കോസിറ്റി, തടിപ്പുകൾ. എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഈ ഇത്തരം കേസുകൾ പറയുന്നവരിൽ നമുക്ക് ഇങ്ങനെ കേൾക്കാവുന്ന കാര്യങ്ങൾ കേൾക്കുകയും അപ്പം ഞാൻ ചോദിക്കും വെരിക്കോസിറ്റി ഉണ്ടോ? പലർക്കും അത് അറിയത്തില്ല. ചിലർക്ക് സാറേ തടിപ്പ് പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് പ്രശ്നം പരിശോധിക്കും. നമുക്ക് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ വെയിൻസ് കുരുങ്ങിക്കിടക്കുന്നത് വെരിക്കോസിറ്റി നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം പറയാവുന്നത് ടെസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ ആ വൃഷ്ണഭാഗങ്ങളിലെ താപനില, ഉന്നതമായ താപനില, അവിടെ ഒരു 35-40 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ ചൂട് വരത്തക്ക ജോലികൾ, കോൺസ്റ്റൻ്റ് ആയ ഡ്രൈവിങ്, വലിയ ചൂടുള്ള മിഷനറീസിനടുത്ത് ദീർഘസമയം ജോലി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ അത് സ്പേംസിൻ്റെ ഫോർമേഷനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ഇത്രയും കാര്യങ്ങളെ നമുക്കൊരു
ഫിസിക്കലായ അല്ലെ നമ്മൾ അക്വേർഡായ ചില കാര്യങ്ങളായി പറയാം. മൂന്നാമത് വേറൊരു കാറ്റഗറി കാര്യങ്ങൾ മാനസിക കാരണങ്ങളാണ്. ഉദാഹരണമായിട്ട് അമിതമായ ആകാംക്ഷ, ഉത്കണ്ഠ, ജോലിയുടെ വലിയ വലിയ സ്ട്രെസ്, ഭയം മൂലം ഉണ്ടാകുന്ന ഉദ്ധാരണശേഷി കുറവ്, ചില അന്ധവിശ്വാസങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പോലും വരാറുണ്ട്. ഉദാഹരണം എൻ്റെ പ്രാക്ടീസിനാണെ പറഞ്ഞാൽ, എനിക്കൊരു പേഷ്യൻ്റ് വന്ന് വിവാഹം കഴിച്ച് കുറച്ചുനാൾ കഴിഞ്ഞാൽ വന്ന് ആ പുരുഷ പങ്കാളി പറയുന്നത് സെക്ഷൽ ആക്ടിവിറ്റി ഭയങ്കര സിന്നാണ് എന്ന് ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചൊവ്വ ഇതെൻ്റെ വൈകി മാരിയിട്ട് മാരിയൊക്കെ അങ്ങ് നടന്നു, കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു. പിന്നെ പറയാവുന്ന വേറൊരു കാരണം ചില ഹോർമോണൽ ഡിഫക്ട്സ് വരാം. അന്തർസ്രവങ്ങളുടെ ഡിഫക്ട്സ് കുറവാണെങ്കിലും വരാം. ഉദാഹരണമായി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫങ്ഷൻസ് കുറവ്, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫങ്ഷൻസ് കുറവ്, ഹൈപ്പോതലാമസിന്റെ ഫങ്ഷൻസ് കുറവ്. ഹൈപ്പോതലാമസ് ഈ സെക്ഷൽ ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രധാന ഓർഗനാണ്. മെഡിക്കൽ ലൈനിൽ പോയോണ്ട് അത് പറയാഞ്ഞത്. ഇപ്പൊ ഇങ്ങനെയുള്ള അന്തർസ്രവങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലെ പോരാഴിക പുരുഷ വന്ധ്യതയ്ക്ക് കാരണമാകും. പിന്നെ പലരും ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം വൈറ്റമിൻസ്. എല്ലാ വൈറ്റമിൻസും ആരോഗ്യകരമായ സ്പേം ഉൽപാദനത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ ഇ ബീജങ്ങളുടെ ആരോഗ്യകരമായ വളർച്ച, ഡെവലപ്മെന്റ്, എല്ലാ കാര്യത്തിനും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ. പൊതുവെ പറഞ്ഞാൽ പുരുഷ വന്ധ്യതയുടെ ഒരു പൊതുവായ കാരണങ്ങൾ ഇത്രയുമെന്ന് പറയാം. ശാരീരിക കാരണങ്ങൾ, ജീവിതശൈലിയിലെ കാരണങ്ങൾ, മാനസിക കാരണങ്ങൾ, ഡെഫിഷ്യൻസി കാരണങ്ങൾ. ഇത്തരം കാരണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒരു പുരുഷ വന്ധ്യത കൈകാര്യം ചെയ്യുന്ന ഡോക്ടർക്ക് ചെയ്തിരിക്കണം. പിന്നെ പൊതുവെ പറഞ്ഞാൽ പുരുഷ വന്ധ്യതയുടെ കേസ് എടുക്കുമ്പോൾ ഇത്തരം കാരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് രോഗത്തെക്കുറിച്ച് അറിയുന്നതിനും രോഗനിർണയത്തിനും തീർച്ചയായും ചില പരിശോധനകൾ വേണം. അപ്പം ഈ വന്ധ്യതയുടെ കേസിലും നിശ്ചയമായും നമ്മൾ കുറേ പരിശോധനകൾ രോഗിയെ കൊണ്ട് നടത്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണയായി അല്ലെ ഒരു പ്രത്യേക തലത്തിൽ ചെയ്യുന്ന പരിശോധനകൾ, ഒന്ന് സെമിൻ അനാലിസിസ്, ശുക്ല പരിശോധന. 2 സ്ക്രോട്ടൽ അൾട്രാസൗണ്ട്. ഇതൊക്കെ വലിയ കാലമില്ലാതെ വന്ന കാര്യങ്ങളാണ്. 3 ടെസ്റ്റിക്കുലാർ ബയോപ്സി. 4 ഹോർമോൺ ടെസ്റ്റിംഗ്. 5 നടത്തേണ്ടത് ആന്റി സെമൻ ആന്റിബോഡി ടെസ്റ്റിംഗ്. അതായത് പ്രോപ്പറായ ബീജങ്ങൾ ഉണ്ടാകുന്നത് ടെസ്റ്റിസിലെ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ സ്പേമായി മാറുന്ന സെല്ലുകളുടെ സക്സസ്ഫുള്ളായ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മച്ചുറേഷൻ ആൻഡ് ഫൈനലി ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ക്രോമോസോമൽ നമ്പറിലുള്ള പൂർണ്ണത. നമുക്കറിയാം, സാധാരണ സെല്ലൊക്കെ ഫുൾ ക്രോമോസോമൽ നമ്പറാണ്. ഹ്യൂമൻ ബീങ്സ് 46 എന്നാണ്. അത് ഹാപ്ലോയിഡ് നമ്പറിലാണ് സെക്സസിന് വരുന്നത്. 2 ഹാപ്ലോയിഡ് നമ്പർ ഓവത്തിലെയും സ്പേംസിലെയും കൂടിച്ചേർന്ന് ഫ്യൂസായി സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആണ് പൂർണ്ണമായ ഹ്യൂമൻ ക്രോമോസോമൽ നമ്പർ അറ്റൈൻ ചെയ്യും. ഇന്ന് ആ തലത്തിൽ വരെ ചിന്തിച്ചാണ് ഇമ്പോർട്ടൻസി
കുറിച്ച് കേസ് എടുക്കുന്നതും പഠിക്കുന്നതും ചികിത്സിക്കുന്നതും. പിന്നെ ഇതിൽ ഇത്രയും ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ വേണേ ഓർപ്പിക്കാം. സെമൻ അനാലിസിസ്, ടെസ്റ്റിക്കുലാർ ബയോപ്സി, സ്ക്രോട്ടൽ അൾട്രാസൗണ്ട്, ഹോർമോൺ ടെസ്റ്റിംഗ്, സെമൻ ആന്റിബോഡി ടെസ്റ്റ്. ഇതിൽ തന്നെ ഒരു ഡോക്ടർ പ്രാഥമികമായി ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് ചെയ്യുന്നത് സെമൻ അനാലിസിസ് ആണ്. ഞാൻ 100 കണക്കിന് സെമൻ അനാലിസിസ് ചെയ്യിച്ചിട്ടുണ്ട്. അതിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനതിലൂടെ പറയാം. ഒരു സെമൻ അനാലിസിസ് ആദ്യം ചെയ്യുന്നതിന് സാധാരണ നമ്മൾ ലാബിലോട്ട് പറഞ്ഞു വിടും. ഇന്ന് കൃത്യമായ ലാബുകാർ അതിന് സ്റ്റെറൈലായ ബോട്ടിൽ കൊടുക്കും. സാധാരണ 48 മുതൽ 72 മണിക്കൂർ വരെ സെക്ഷൽ കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്ന ഒരു റെസ്റ്റിന് ശേഷമാണ് സ്പെം അല്ലെങ്കിൽ സെമൻ കളക്ട് ചെയ്യേണ്ടത്. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സമയം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് അത് ലിക്വിഫൈ ചെയ്യണം. ഇപ്പം ലാബിൽ നിന്ന് എടുക്കാതെ വീടിനടുത്തുള്ള കേസുകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാനൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ പറയുന്ന പ്രധാന കാര്യം, നിങ്ങൾ 1 മുതൽ 1.5 മണിക്കൂറിനകം ലാബിൽ എത്തിയിരിക്കണം. ഇപ്പം ലാബിൽ നിങ്ങൾ സ്റ്റെറൈലായ ബോട്ടിൽ മേടിച്ചുകൊണ്ട് പോകണം. നിങ്ങളല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള കുപ്പികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ ലാബുകാർ നേടുന്ന റിപ്പോർട്ടിലെ ചില കാര്യങ്ങളാണ് നമ്മളെ ഇതിൻ്റെ ഡയഗ്നോസിസിലോട്ട് നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായത് അതിൻ്റെ അളവ്. സാധാരണ അളവെന്ന് പറയുന്നത് 1.5 to 3 ml ആണ്. റെയർ കേസിൽ 5 to 10 ml കേസ് എനിക്കുണ്ടായിട്ടുണ്ട്, അനുഭവത്തിൽ കിട്ടിയിട്ടുണ്ട്. എങ്കിലും 1 to 3 ml സെമനാണ് ഒരു ഹെൽത്തി അളവ്. ആ അളവ് നോക്കിയാൽ പിന്നെ നോക്കേണ്ടത് കൗണ്ടാണ്, ബീജങ്ങളുടെ എണ്ണം. ഒരു ഹെൽത്തി ബീജത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 30 മുതൽ 150 മില്യൺ വരെ വരാം. 30 മുതൽ 150 മില്യൺ വരെ വരാം. ഈ തരുണത്തില് എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് 20 to 25 മില്യണിൽ വരെ എൻ്റെ കേസിൽ പ്രഗ്നൻസി ഇഫക്റ്റ് ആയിട്ടുണ്ട്. എങ്കിലും 30 to 150 മില്യൺ ആണ് സാധാരണ ഹെൽത്തി അളവ്. പിന്നെ മൂന്നാമത് നോക്കേണ്ട മാനദണ്ഡം മോട്ടിലിറ്റിയാണ്, ചാലകശേഷി. ചാലകശേഷി 80% എങ്കിലും വേണം. അപ്പോൾ ലാബുകാർ അത് 80% പറഞ്ഞാൽ പിന്നെ അതിനകത്തൊരു വേറെ സബ്ഡിവിഷൻ പറയാറുണ്ട്, ആക്റ്റീവ്ലി മൊട്ടയിൽ ആൻഡ് പാസീവ്ലി മൊട്ടയിൽ. ഒരു ആരോഗ്യകരമായ ഗർഭധാരണത്തിന് 40% ആക്റ്റീവ് മൊട്ടയിൽ വേണം, പിന്നത്തെ കുറവായിരിക്കും. അങ്ങനെ തരുന്ന ലാബുകളുണ്ട്. പിന്നെ നോക്കേണ്ട ഒരു കാര്യം സെമന്റെ pH ആണ്. സാധാരണഗതിയിൽ pH 7.2 ആയിരിക്കണമെന്നാണ്. 7.8 വരെയൊക്കെ വേണേ വരാം. തിരിച്ചത് 7-ന് ഇപ്പുറത്തോട്ട് പോയാലോ 8-ന് അപ്പുറത്തോട്ട് പോയാലോ, അതായത് അസിഡിറ്റിയോ ബസിഡിറ്റിയോ കൂടിയാലും സ്പേംസ് ഡെഡായി പോകും. ഉണ്ടെങ്കിൽ തന്നെ പോലും ഡെഡായിപ്പോകും. അതുകൊണ്ട് pH ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. പല കാരണങ്ങളെ കൊണ്ടും അത് അസിഡിക് സൈഡിലോട്ടോ ബേസിക്കിലോട്ടോ പോകാം. ഹെൽത്തി അവസ്ഥ 7.2 ആണ്. പിന്നെ പ്രധാനമായി നോക്കുന്നത് അതിൻ്റെ രൂപവിജ്ഞാനീയമാണ്, മോർഫോളജി. മലയാളം വേർഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാ രൂപവിജ്ഞാനം എന്ന് പറഞ്ഞത്. മോർഫോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കറിയാം 50 to 150 മില്യൺ ഈ സ്പേംസ് ഒരൊഴുക്ക് പോലെ പോകുന്നതിൽ ഒത്തിരി എണ്ണങ്ങൾ
മോർഫോളജി കൃത്യമായതുണ്ട്, ഒത്തിരി എണ്ണങ്ങള് അംഗവൈകല്യമുള്ളതുണ്ട്, മോൺസ്റ്ററസ് ഉണ്ട്, ജീവൻ ഇല്ലാത്തതുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിന് പൊതുവെ പറയുന്ന മോർഫോളജിയിൽ നമ്മൾ സാധാരണ 70% നോർമൽ മോർഫോളജി ആയിരിക്കണം. ബാക്കി 30% ഹെഡില്ലാത്തത്, വാലില്ലാത്തത്, ചെറിയ വാലോട് കൂടിയത്, ഡബിൾ ഹെഡഡ്, അങ്ങനെ ഒത്തിരിയൊക്കെ കിട്ടും. അതൊന്നും കാര്യമല്ല. 70% സ്പേംസ് നോർമൽ മോർഫോളജി ആയിരിക്കണം. പിന്നെ പ്രധാനമായി പറയേണ്ടത് സ്പേംസിന്റെ വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ചൈതന്യം. ചൈതന്യാവസ്ഥയിലുള്ള സ്പേംസിനെ ആരോഗ്യകരമായ ഫെർട്ടിലൈസേഷൻ ഇഫക്റ്റ് ആകാൻ കഴിയും. ചൈതന്യം, അതിന് വൈറ്റാലിറ്റി ഞാൻ മലയാള വാക്ക് പറഞ്ഞതാ. വൈറ്റാലിറ്റി സാധാരണ പാരാമീറ്ററില് 58 മുതൽ 70% വരെ നല്ല വൈറ്റിലായിരിക്കണം. ബാക്കി ലെസ് വൈറ്റിലോ ഡെഡും ഒക്കെ ആകാം. അപ്പൊ ഈ അളവ്, കൗണ്ട്, മോട്ടിലിറ്റി, pH, മോർഫോളജി, വൈറ്റാലിറ്റി, ഇത്രയും പാരാമീറ്ററിന് ഇപ്പൊ പറയുന്നൊരു ഒരു ഒരു പറയുന്നത് ക്രൂഗർ മാനദണ്ഡം എന്നാണ്. ഇപ്പൊ WHO ഒരു ഒരു നെയിമിംഗ് ആണിത്, ക്രൂഗർ മാനദണ്ഡം. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ ആ സ്പേമിന്റെ അനാലിസിസ് കഴിഞ്ഞാല് പിന്നെ നോക്കേണ്ടത് ചില ഹോർമോൺ പരിശോധന വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സ്പേംസിന്റെ പ്രോപ്പറായ ഡെവലപ്മെന്റിനും ആരോഗ്യത്തിനും ചില ഹോർമോണുകള് അല്ലെങ്കിൽ പല ഹോർമോണുകള് സഹായിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ടെസ്റ്റസ്റ്ററോൺ, FSH, LH, പ്രൊലാക്റ്റിൻ, ഇത് നോക്കേണ്ടി വരുന്നതാണ് സാഹചര്യം. സാധാരണ ഗതിയിൽ ഒരു സ്പേം കൗണ്ടൊക്കെ അല്പം കുറഞ്ഞൊക്കെ വന്നാൽ ആവശ്യം വരുന്നില്ല. ഒരുപക്ഷെ മരുന്ന് കൊടുത്തിട്ടും, അല്ലെങ്കിൽ സ്പേം കൗണ്ടൊക്കെ വളരെ കുറവാണെങ്കിൽ അതൊരു സാധാരണ കോസല്ല. സ്പേംസിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഹോർമോണിന് എവിടെയോ കുഴപ്പമുണ്ട് എന്ന അർത്ഥത്തിൽ ഹോർമോൺ കൗണ്ട് നോക്കേണ്ടി വരും. സാധാരണ കേസുകളിൽ വേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു കൊല്ലം മരുന്ന് കൊടുത്തു, ആ കഥ ഞാൻ പിന്നീട് പറയാം, എന്നിട്ട് ഒരു മാറ്റവും കാണുന്നില്ല. വൈ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഹോർമോൺ എസ്റ്റിമേഷൻ ഓർഡർ ചെയ്യാറുണ്ട്. ഇത് കൂടാതെ മറ്റു ചില ഹോർമോൺസിനും സ്പേമിന്റെ ഫോർമേഷനിൽ പങ്കുണ്ട്. ഉദാഹരണം തൈറോയിഡ്. സാധാരണഗതിയിലുള്ള ചികിത്സയിലൊക്കെ ഒരു 1-2 ഒരു കൊല്ലം കൊണ്ടൊക്കെ ഫലം കാണുന്നില്ലെങ്കിൽ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യും. തൈറോയിഡ്. അതുപോലെ തന്നെ SHBS എന്ന് പറയുന്നത് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബിനോക്സ് എന്നൊരു പുതിയ ടെസ്റ്റാണ്. സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ. ഈ മിക്കവാറും എല്ലാ ഹോർമോൺസും ഗ്ലോബുലിൻ ആൽബുമായി ബന്ധപ്പെട്ട പ്രോട്ടീൻ ഡെറിവേറ്റീവ് ആണ്. അതില് ഈ സെക്സ് ഹോർമോണിന്റെ ബൈൻഡിങ്ങിന് ആവശ്യമായ ഒരു ഗ്ലോബുലിനാണ് ഈ SHBS എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് to estimate the testosterone bioviability. ടെസ്റ്റസ്റ്ററോണിന്റെ ജീവപരമായ വയബിലിറ്റി, കഴിവ്, കപ്പാസിറ്റി എന്നൊക്കെ പറയേണ്ടി വരും. അത്രയും ടെസ്റ്റുകൾ വരെ ചിലപ്പോൾ വേണ്ടി വരാറുണ്ട്. ഞാൻ ദീർഘിക്കുന്നുണ്ടോ സമയത്തെക്കുറിച്ച്? നമ്മുടെ സമയം എത്ര വരെയാണ്? സാറ് ഒരു 10-10:15 നിർത്തിയ വലിയ ഉപകാരം. നിർത്താം. അല്ല, ഞാനത് അല്ല, ബാക്കി ഇതൊരു നീണ്ട വിഷയമാണെന്ന് അറിയാം. മെഡിസിനും പറയാൻ ഇതിർത്ത് പറഞ്ഞു കൊണ്ടുവരും ഒരു പരിധിയില്ലേ. അല്ല സാറേ, അല്ല കുഴപ്പമില്ല സാറ്, ഈ പറയുന്നത് വിശദമായിട്ട് പോവാം. പിന്നെ നമുക്ക് തീർന്നില്ലേ ഒരു ക്ലാസ് കൂടെ വയ്ക്കാം. കാരണം ഇത് അതിന്റെ സക്സസും കാര്യമൊക്കെ പറയാൻ വരണ്ടേ. അതാണ് സാറ് ഇന്ന് എന്താണ് ഈ എന്താണ് ഫിസിയോളജിയും പത്തോളജിയും ഒക്കെ ആ കാര്യങ്ങളും
ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ട്രീറ്റ്മെന്റ് ആസ്പെക്ട് ആ, ഒരു ക്ലാസ്സിൽ ആ, പറയാം. അങ്ങോട്ട് നോക്കാം, നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും പുരുഷവന്ധ്യതയുടെ കാരണങ്ങളും അവിടെ ശാരീരികവും മാനസികവും ജീവിതശൈലിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പിന്നെ ഡോക്ടർ സാധാരണഗതിയിൽ ചെയ്യേണ്ട പരിശോധനകളും ചർച്ച ചെയ്തു. ഇനിയും പ്രധാനമായി പറയേണ്ടത് ഒരുപക്ഷെ ബ്രീഫായി പോയാൽ ഹൗ ടു മാനേജ് സച്ച് എ കേസ്. അതിൻ്റെ മാനേജ്മെന്റ് എന്താണ്, എന്ത് തരത്തിലുള്ള മാനേജ്മെന്റ് ആണ് വേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഹോമിയോപ്പതിയില് ചികിത്സയില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേസ് ടേക്കിംഗ്. കേസ് ടേക്കിംഗ് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ മാത്രമായ ഒരു ആർട്ടാണ് അല്ലേ. നമ്മൾ പറയുന്നത് ആർട്ട് ഓഫ് കേസ് ടേക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ കേസ് ടേക്കിങ്ങിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വലിയൊരു ആചാര്യനായ ഡോക്ടർ കെന്റ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് എ കേസ് ഈസ് പ്രോപ്പർലി ടേക്കൺ ഹാഫ് ദ ഡിസീസ് ഇസ് ക്യൂർഡ് എന്ന്. ഇഫ് എ കേസ് ഈസ് പ്രോപ്പർലി ടേക്കൺ ഹാഫ് ദ കേസ് ഇസ് ക്യൂർഡ് എന്നാണ് കെന്റ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ബൈ ദ വൈ ഞാൻ പ്രപ്പർട്ടി കുറെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് മാത്രം. അപ്പോൾ പുരുഷവന്ധ്യതയില് ഒരു കേസ് എടുക്കുമ്പം ഒരു അക്യൂട്ട് കേസ് എടുക്കുന്ന പോലെ പ്രസന്റിങ് സിംറ്റം എന്നോ ആ രീതിയിലുള്ള ഒരു കാര്യം പലപ്പോഴും കാണുകയില്ല. നമുക്ക് ഉദാഹരണത്തിൽ പറഞ്ഞ സിമ്പിളായി പറഞ്ഞാൽ, ഒരാള് കല്യാണം കഴിച്ചു 2 കൊല്ലമായി കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഇതേ അയാൾ പറയുകയുള്ളൂ. നമ്മൾ തലവേദന പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ, ഞെക്കി പിടിച്ചാൽ കുറവുണ്ടോ, വെള്ളം കുടിച്ചാൽ കുറവുണ്ടോ, ചൂടിന് കുറവുണ്ടോ, തണുപ്പാ കുറവുണ്ടോ, ഇതൊക്കെ ചോദിക്കും. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഇത്രയും കേസുകളിൽ നമുക്ക് ആ അക്യൂട്ട് കേസ് എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ കിട്ടാറില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സെൻസേഷൻ ലൊക്കേഷൻ മൊഡാലിറ്റി എന്നൊരു ട്രയാഡിലുള്ള ഒരു കേസ് ടേക്കിങ് പലപ്പോഴും നമുക്ക് ഉതകാറില്ല. പിന്നെ അപ്പോൾ കേസ് എടുക്കുന്നതിൽ എന്തെന്ന് കണ്ടെത്തണ്ടേ? ഒരു പതോളജിക്കൽ കോസസ്, ഇഞ്ചുറി കോസസ്, മാൽഫോർമേഷൻ കോസസ്, ഗ്രോത്ത് പ്രോബ്ലംസ്, ഡിഫോമിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. ഉദാഹരണമായിട്ട് ഒരു ഇഞ്ചുറി സ്ഫോടനത്തിനുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ വിസ്രായൽ ഉണ്ടായിരിക്കുന്നു. ആ വിസ്രായലുള്ള ഇഞ്ചുറിക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കാം. നമുക്കറിയാം, ഇഞ്ചുറിയുടെ കേസ് വന്നാൽ പൊതുവെ നമ്മൾ പറയും ഒരു ബ്ലണ്ട് ഇഞ്ചുറി ദേഹത്ത് എവിടെ വന്നു കഴിഞ്ഞാൽ ആർണിക്ക കൊടുക്കാം. ഇഞ്ചുറി ടു വിസ്ര വന്നാൽ ബെല്ലിസ് പെർനേസ് കൊടുക്കാം. ഇഞ്ചുറി ടു ബോൺ വന്നു കഴിഞ്ഞാൽ സിംഫൈറ്റൻ കൊടുക്കാം. ഇഞ്ചുറി ടു കോക്സിസ് പറഞ്ഞാൽ റൂട്ട കൊടുക്കാം. ഇഞ്ചുറി ടു നെർവ് പറഞ്ഞാൽ ഹൈപ്പർക്കൻ ഇടം കൊടുക്കാം. ഇങ്ങനെയുള്ള കുറെ ഫൈൻഡിങ്ങുകളുണ്ട്, നമുക്കറിയാം. അപ്പോൾ ആ കേസിൽ ഇങ്ങനെയുള്ള ലീഡിങ് ആയ ഹിസ്റ്ററി ഓഫ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചികിത്സിക്കേണ്ടി വരും. തുടങ്ങുമ്പോൾ ഞാൻ മാനേജ്മെന്റ് ഇഞ്ചുറി വന്നോണ്ട് ഇപ്പൊ തന്നെ അതുകൊണ്ടാ പറയാൻ കാര്യം. പിന്നെ ഇനിയും സർജറി വേണ്ട ഒരു വലിയ ട്യൂമർ എക്സിസ്റ്റിംഗ് ഇൻ ദ എപ്പിഡിമിസ്, അല്ലെ സ്ക്രോട്ടൽ റീജിയൻ, അല്ലെ ഈവൻ ഇൻ ദ പ്രോസ്റ്റേറ്റ് റീജിയൻ, നമുക്കത് മാനേജ് ചെയ്യാൻ പാടുപെടുന്നതായിരിക്കും. ഞാനതിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനം ഞാൻ പറയുന്നത്, ഞാനാണെങ്കിൽ അത് പ്രോപ്പറായി എഴുതി കൊടുത്ത് സർജൻ റെഫർ ചെയ്യും. നമുക്ക് വന്നൊരു കേസ് സർജൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ ഒരു പോരാഴികയല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ ആ സർജൻ പറഞ്ഞു വിട്ടിരിക്കുന്ന നിങ്ങളുടെ ഡോക്ടർ വളരെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ഇത് പറഞ്ഞു വിട്ടിരിക്കുന്നു, അദ്ദേഹത്തിനോട് താങ്ക്സ് പറയാം. പരിചയമുള്ള ഡോക്ടർമാരെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സാർ പറഞ്ഞു വിട്ടു, അത് ഇന്ന മേജറായ കംപ്ലൈൻറ്റ്, അത് ഞാൻ മാറ്റിത്തരാം, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. റെഫർ ചെയ്യണം, ധൈര്യമായി ചെയ്യണം, എഴുതി കൊടുത്തു വിടണം. കാരണം അപ്പോഴാണ് നമുക്ക് അനാട്ടമിയും ഫിസിയോളജിയും എക്സാമിൻ ചെയ്യാനും ഒക്കെ അറിയാം. ചുമ്മാതെ വല്ലതും പറയുന്ന ഡോക്ടർ അല്ല. അങ്ങനെ അപ്രൂവൽ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഈ കേസ് തന്നെയല്ല, വേറെ ചില കേസിൽ റെഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഈ എൻഡോസ്കോപ്പി പോലത്തെ പരിശോധന ചെയ്ത ഡോക്ടർ അത് കഴിഞ്ഞ ഉടനെ വിളിച്ച്, സാർ നിങ്ങളെ എനിക്കറിയാം, നിങ്ങളത് ഇൻ ടൈമിൽ റെഫർ ചെയ്തു, 1 മാസം കൂടെ കഴിഞ്ഞെങ്കിൽ ആ പേഷ്യന്റ് മരിച്ചുപോയി എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ ബൈദവി പറയുന്നത് മാത്രം. ഒരു റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് അധീരം വിചാരിക്കേണ്ട, നമുക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത, നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത സർജിക്കൽ പ്രോബ്ലംസ് പോലെ ഉണ്ടെങ്കിൽ
ഡിഫക്റ്റീവ് പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഫർ ചെയ്താൽ ആ റെഫറൻസ് കഴിഞ്ഞാൽ പേഴ്സ് നമ്മുടെ അടുത്ത് വരും. കാരണം കൗണ്ടെന്ന് കൂട്ടുന്ന നമ്മളെ പോലുള്ള പണി അവിടെ ഇല്ല. അത് ഞാൻ ചികിത്സത്വമില്ല പറയാം. അപ്പോൾ അങ്ങനെ റെഫർ ചെയ്യണം, അത് പോരാഴുകയല്ല. പിന്നെ കേസ് എടുക്കുന്ന ഭാഗത്ത് പുരുഷ വന്ധ്യതയായാലും സ്ത്രീ വന്ധ്യതയായാലും പ്രധാനമായും ഞാൻ അക്യൂട്ട് കേസ് എടുക്കുന്ന പോലെ സെൻസേഷൻ ലൊക്കേഷൻ മൊഡാലിറ്റി പോലൊരു കേസ് ടേക്കിംഗ് ഇവിടെ അത്ര പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ന്യായമായ ചോദ്യം ചോദിക്കാൻ പിന്നെ എങ്ങനെ എടുക്കും? പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനും മയാസവും നോക്കിയുള്ള ചികിത്സയും കേസും വേണം. കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആൻഡ് മയാസ്മാറ്റിക് അപ്രോച്ച്. അതായത് അതുകൂടാതെ തന്നെ ഒരുപക്ഷെ പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ കേസെടുക്കുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷണലായ കൺസെപ്റ്റ്, മയാസ്മാറ്റിക് കൺസെപ്റ്റ്, ഫാമിലി ഹിസ്റ്ററി. പ്രധാനമായും കുടുംബത്തിൽ വന്ധ്യതയുള്ളവരുണ്ടോ, സ്ത്രീയോ പുരുഷനോ എങ്ങനെയാണ്, ആ ആളും നമ്മുടെ പേഷ്യനുമായുള്ള ബന്ധം എങ്ങനെയാണ്, അയാളുടെ സഹോദരനാണോ സഹോദരിയാണോ കസിനാണോ അനന്തരവനാണോ, അങ്ങനെയുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ കേസിനെ അനലൈസ് ചെയ്യണം. പിന്നെ ഹാബിറ്റ്സ്, ഒരാളുടെ ഹാബിറ്റ്സ്, നമ്മുടെ ഹോമിയോപ്പതിക് കേസ് ടേക്കിങ്ങിൽ ഹാബിറ്റ്സിന് ഇമ്പോർട്ടൻ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, മയാസം, ഹാബിറ്റ്സ്, പിന്നെ വിൽ, ഇമോഷൻ ആൻഡ് ഇൻ്റലക്ട്. നമ്മൾ ആ കെൻറ്റിൻ്റെ രീതിയിലോട്ട് പോവുകയാണ്. കെൻ, വിൽ, ഇമോഷൻ, ഇൻ്റലക്ട്. ദെൻ ഫിസിക്കൽ ജനറൽസ്, അവേർഷൻസ്, ക്രേവിങ്, ആൻഡ് ഒരുപക്ഷെ ഫൈനലി റയർ പെക്കൂലിയർ ക്യാരക്ടറിസ്റ്റിക്. ഇൻ റിലേഷൻ ടു ഇൻഫെർട്ടിലിറ്റി ആയിരിക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ, മയാസം, ഹാബിറ്റ്സ്, വിൽ, ഇമോഷൻ, ഇൻ്റലക്ട്, ഫിസിക്കൽ ജനറൽസ്, അവേർഷൻസ്, ക്രേവിങ്സ്, റയർ പെക്കൂലിയർ ക്യാരക്ടറിസ്റ്റിക്. ഈ കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധാപൂർവം ഇറങ്ങിയാൽ നമുക്കവിടെ രത്നങ്ങൾ കിട്ടും. ഒരുപക്ഷെ അങ്ങനെ കിട്ടിയെടുത്ത് ചികിത്സിച്ചാലേ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേസെടുക്കണം. ഒരു എക്സ്പീരിയൻസ് ആയി പറഞ്ഞാൽ, ഇങ്ങനെ കേസെടുത്ത് എനിക്ക് 50 to 60% സക്സസ്. വലിയ ഹോസ്പിറ്റലുകളുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി, വലിയ ഹൈലി കോസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, അവർക്ക് പോലും 10, 4, 5 റിസൾട്ടേ ഉള്ളൂ. ഹോമിയോപ്പതായി എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുരുഷവന്ധ്യതയില് മെഡിക്കേഷന്റെ സാധ്യത, എന്തെല്ലാം മെഡിസിൻസ് ഒരുപക്ഷെ ഉപയോഗിക്കാം, ഒരു ചോദ്യമാണ്. അതിന് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ട ആ മെഡിസിൻ്റെ ഇതിൻ്റെ ഇൻഡിക്കേഷനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണഗതിയിൽ ഈ രീതിയിൽ കേസെടുത്താൽ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന മെഡിസിൻസ് മിക്കവാറും പോളികസ്റ്റേ വരുത്തും. പലപ്പോഴും പോളികസ്റ്റ്, അതായത് ലൈക്കോപോഡിയം, കാൽക്കേരി കാർബ്, സൾഫർ, ഫോസ്ഫറസ്, നൈട്രമോർ, സൈലീഷ്യ, തൂജ, സ്റ്റാഫിസാക്രിയ, ഓറമ്മറ്റ്, ഇത്രയും മെഡിസിൻസ് പലപ്പോഴും ഇതിൽ ബന്ധപ്പെട്ടു വരും. ഇതിനെ തിരിച്ച് എടുത്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മയാസം, ഹാബിറ്റ്സ്, വില്ല്, ഇൻ്റലക്ട്, ഇമോഷൻ, ഫിസിക്കൽ ജനറൽ, ക്രേവിങ് ആൻഡ് റയർ പെക്കൂലിയർ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്തരം മെഡിസിനെ കുറിച്ച് സാമാന്യം നന്നായൊരു ജ്ഞാനം വേണം. അങ്ങനെ ഉള്ള മെഡിസിൻ വരാം. ചില കേസുകളിൽ സെലീനിയം, റൂട്ട, ആർസനിക്കം ആൽബ് മെഡിസിനും വന്നിട്ടുണ്ട്. അതുകൂട്ടത്തിലെ വേറെ അബൌട്ട് സെലീനിയം നമുക്കറിയാം, സെക്ഷൽ സ്ഫിയറിൽ
കൂടുതൽ സ്പേം ഡെവലപ്മെന്റിൽ കൂടുതൽ സഹായിക്കുന്ന ഒരു റയർ മെറ്റലാണ് സെലീനിയം. അതൊക്കെ ഈ റീസെൻ്റായ ഫൈൻഡിങ് ഇപ്പോഴുണ്ടോ? ഓറത്തിനും സെലീനിയത്തിനും ഇങ്ങനെ ചില പ്രത്യേകത ഉണ്ടെന്ന് ലേറ്റസ്റ്റായ ഫൈൻഡിങ്ങുകളുണ്ട്. അതായത് പല മനുഷ്യനും ശ്രദ്ധാപൂർവം. പിന്നീട് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ റെപ്യൂട്ടേഷനാണ്. അത് ഇവിടെ പറയേണ്ട കാര്യം തന്നെയാണ്. ഇമ്പോർട്ടൻസ് കേസുകളിൽ ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് വണ്ണം പൊട്ടൻസികളാണ്. റെപ്യൂട്ടേഷൻ വളരെ സൂക്ഷിച്ച് ചെയ്യാറുള്ളൂ, പ്രത്യേകിച്ച് സൾഫർ ലൈക്കോപോഡിയം മുതലായ മരുന്നുകൾ. അപ്പൊ ചോദിക്കുക, എങ്ങനെയാ, ഏത് ബേസിലാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഞാൻ സാധാരണ കൊടുക്കുന്ന 1 month മെഡിസിനാണ് കൊടുക്കുന്നത്. എല്ലാ മാസവും കൊണ്ട് നോക്കാൻ പറയും. ഒരു മെഡിസിന്റെ ആക്ഷൻ നിന്നു എന്ന് തോന്നിയാൽ, ഒരു ഡോസിന്റെ ആക്ഷൻ നിന്നു എന്ന് തോന്നിയാൽ മാത്രമേ അടുത്ത ഡോസ് കൊടുക്കൂ. അതിൽ എനിക്ക് ഫോളീസും പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയാം. വളരെ വേണ്ടപ്പെട്ട, വളരെ സ്നേഹമുള്ള, വളരെ അടുപ്പമുള്ള കേസെല്ലാം സ്റ്റഡി ചെയ്ത് ലൈക്കോപോഡിയം ആ കേസിൽ വന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ അങ്ങ് പറയാം. അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷന്, അയാളുടെ മൈൻഡ്, അയാളുടെ വില്ല്, അപ്പിയറൻസ്, ഇത്രയും പറഞ്ഞാൽ പോരെ? നമ്മളതിൽ പറയുന്ന പോലെ തന്നെ വണ്ണമില്ലാത്ത കൈയും കാലും, ട്രങ്കും വയറും വലുപ്പം കൂടിയത്. നേരെ ഒരു കാര്യം, പൈസ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരിക്കലും സത്യം പറയല, കയ്യിലുണ്ടേ പറയത്തില്ല. പിന്നെ കോട്ടയത്തിന് പോയെന്ന് പറഞ്ഞാൽ കൊച്ചിക്ക് പോയെന്നേ പറയുള്ളൂ. അങ്ങനെയുള്ള ലൈക്കോപോഡിയത്തിന്റെ ആ മൾട്ടിപ്പിൾ വ്യക്തിത്വം ഒക്കെ കാണിക്കുന്ന കേസ് ക്ലിയർ ആയിരുന്നു. ആ കേസോട് പറയുന്നത് പറഞ്ഞതാ. ബോംബെ ഹിന്ദുജ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചതാ. ഹിന്ദുജ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തിട്ട് സ്പേം നോക്കി ഒന്നുമില്ല, നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല കുട്ടികൾ, അതുകൊണ്ട് രജിസ്ട്രേഷൻ ഫീ മാത്രം കൊടുത്തിട്ട് പിന്നെ കൺസൾട്ടേഷൻ ഫീ തിരിച്ചു മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മേടിച്ച സ്ഥലത്ത് എൻ്റെ അടുത്ത് വരുക. വന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ ഉടനെ അക്കൗണ്ട് നോക്കി കൊണ്ടുവരുമല്ലോ, 0 സ്പെർമൻസോവ. അപ്പൊ 0യിൽ നിന്ന് ഉണ്ടാകുമെന്ന ചോദ്യത്തിന് മറുപടിയും കൂടാണ് ഈ തരുന്നത്. അത് ഞാൻ എൻ്റെ ആദ്യകാല കേസുകളില്ല. അതായത് എനിക്കിപ്പോൾ 77 വയസ്സുണ്ട്. എൻ്റെ ഒരു 40 വയസ്സിലാണ് ഞാൻ ചികിത്സ തുടങ്ങിയത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച്. 40 മുതലാണ്. ആ കാലഘട്ടങ്ങളില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു, കേസൊക്കെ എടുത്തതെല്ലാം എല്ലാം വളരെ കാര്യം. അന്നത്തെ ചെറുപ്പത്തിന്റെ പേരിൽ ഇപ്പോൾ തലനാട് കയറി നോക്കിയാൽ കേസിറക്കുന്നത്. കെറ്റ് പറഞ്ഞ പോലെ തന്നെ, അല്ലെ എലിസബത്ത് റൈറ്റ് പറഞ്ഞ പോലെ തന്നെ ലൈക്കോപോഡിയം കിട്ടി. ഞാൻ സാധാരണ ആദ്യ പ്രാവശ്യം 2 ഡോസ് കൊടുത്തു. ആദ്യത്തെ പ്രാവശ്യം 1 ഡോസ് ശരീരത്തിലെ മറ്റു മെഡിസിൻ മൂലം ഒക്കെ ആൻഡോട്ട് ആയി പോയെങ്കിൽ ഒന്നുകൂടെ കൊടുക്കും. പിന്നെ 1 മാസം PL കൊടുക്കുന്നു. 1 മാസം കൊടുത്തു, മാറ്റമൊന്നും കണ്ടില്ല. 1 മാറ്റം കണ്ടു. പിറ്റേ 1 ദിവസം കൊടുത്തപ്പോൾ ചെറിയ തോതിൽ കൗണ്ടിന്റെ ആരംഭം തുടങ്ങി. അങ്ങനെ ആരംഭം തുടങ്ങി വന്നപ്പോൾ സന്തോഷമായി. ഞാൻ ഒരു 5-6 മാസം 5-8 മാസം കൊടുത്തു കഴിഞ്ഞ് അന്നത്തെ അമിത ആവശ്യത്തില് കൗണ്ട് നോക്കിച്ചപ്പം 2 മില്യൺ 3 മില്യൺ 5 മില്യൺ ഒക്കെ വന്നു. എന്നാ കിട്ടിയേക്കുമല്ലോ, 100 കൊടുത്തേക്കാന്ന് കഴിഞ്ഞു. ഒറ്റ ദിവസമേ കൊടുത്തുള്ളൂ. വണ്ണം അവിടുത്തെ കൊടുത്തു കഴിഞ്ഞ് പിറ്റേ മാസം നോക്കിയിരുന്നപ്പോൾ ആദ്യം കണ്ടതിന്റെ പകുതി കൗണ്ട് ഇടാന്നായി. എന്നാ പറ്റി? അന്ന് ഇത്ര അറിവുകളില്ല. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന അന്ന് ഞാൻ പഠിപ്പിക്കുന്ന കാലമാണ് പാപ്പയ സാറോട് പറഞ്ഞത്. നിങ്ങൾ അറിയാമായിരിക്കും അല്ലേ? പാപ്പയ സാറിന് അഡ്വൈസ്. പാപ്പയ സാറിന് പട്ടാഭിക്ക് എന്നാ അങ്ങോട്ട് തിരിയാതെ പോയത്? അത് ലൈക്കോപോഡിയം അങ്ങനെ റിപ്പീറ്റ് ചെയ്യാമോ? ലൈക്കോപോഡിയത്തിന് എന്തെങ്കിലും മോശമെന്ന് കണ്ടാ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാറേ ഇപ്പൊ കൗണ്ടം കുറഞ്ഞു പോയി. അതൊന്നും പേടിക്കണ്ട, സൾഫർ ഇടാൻ അങ്ങനെ കൊടുത്തേ. സി ദ സ്പ്ലെൻഡർ ഓഫ് ഗോഡ്. പിറ്റേ മാസം കൗണ്ട് വന്നു. പിറ്റേ മാസം അപ്പൊ കൂടിയല്ലോ. അങ്ങനെ പോയി കുറെ കഴിഞ്ഞ പപ്പ പിന്നെ വിടൂ. നമ്മള് ലൈക്കോപോഡിയം സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈക്കോപോഡിയം റിപ്പീറ്റ് ചെയ്യരുത്. അറിയാമോ? ഈ കൽക്കേരിയ സൾഫർ, കൽക്കേരിയ, ലൈക്കോപോഡിയം. അപ്പൊ ലൈക്കോപോഡിയം, സൾഫർ, കൽക്കേരിയ, ഈ ഓർഡറിലേ പോകാവൂ. അപ്പം സാറ് നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന, പക്ഷെ പ്രാക്ടീസ് കുറവായിരുന്നു, ഒരിക്കലും ലോജിക്കലായി പറയാൻ നന്നറിയുന്ന ആളാണ്. അങ്ങനെ കൊടുത്തു.
ഒരു 2-3 കൊല്ലമായി 20-25 കൗണ്ടൊക്കെ വന്നു. കൗണ്ടപ്പോൾ ഇയാൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ബൈക്കിൽ നിന്ന്. കൈകാൽ സർവത്താൻ മുറിഞ്ഞു. ഡോക്ടർസ് എല്ലാം പോയിച്ചു. ഞാൻ പേഷ്യന്റ് വിശ്വാസം പറയുക, എല്ലാം മുറിഞ്ഞു, കുത്തിക്കെട്ടി എല്ലായിട്ട് ഒരു കൂട്ടം ആന്റിബയോട്ടിക് എൻ്റെ അടുത്ത് വന്നു. സാറേ ഞാൻ പറഞ്ഞു വീണു, ആന്റിബയോട്ടിക് എല്ലാം മേടിച്ചിരിക്കുക, എന്നാ പറയുന്നു. അന്നത്തെ തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കഴിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ എന്നെ കാങ്കെ ഈ കിറ്റോരി എടുത്ത് എൻ്റെ വീട്ടിലെ പുഴയിലോട്ടിട്ടെടുത്ത്. സാറ് പറഞ്ഞാൽ ഞാൻ കഴിക്കുകയില്ല, എന്നാ വന്നാലും. മരുന്ന് കൊടുത്തു. 3 കൊല്ലം ചികിത്സയിലുണ്ട്. 37 മില്യൺ കൗണ്ട് വന്നപ്പോൾ വൈഫ് ബിക്കം പ്രഗ്നന്റ്. 37 മില്യൺ. ആ കൊച്ചിന് 9 മാസം ആയപ്പം പിന്നെ ഒരു കൊച്ചുണ്ടായി. അപ്പൊ ഞാൻ തമാശയ്ക്ക് പറയും, കൂട്ടുകുറ്റി ഒരെണ്ണം എന്താ മതിയല്ലോ, പിന്നെ അങ്ങ് ബന്ധോട് വന്നു. ഇന്ന് 2 പിള്ളേരും 25-30 വയസ്സിനിടയ്ക്ക് പ്രായത്തിൽ നിൽപ്പുണ്ട്. എനിക്ക് അയാൾ തന്ന, അത് ഞാനങ്ങ് പറഞ്ഞ തമാശയ്ക്ക് എങ്ങനെ എടുത്തു, എനിക്ക് അയാൾ കൊണ്ടുതന്ന ഫീസ് അന്നൊക്കെ എന്നെ കാശുണ്ടായി 1 ലക്ഷം രൂപ തന്നു, 1 lakh rupees. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന എൻ്റെ പെരവയ്യ. എൻ്റെ പെരവ് വന്നപ്പം എന്നിട്ട് പറഞ്ഞതാ, സാറേ ഒരു റിസ്കി ചെയ്യണമെന്ന് വരി 1 ലക്ഷം രൂപ വേണമല്ലോ ഒരെണ്ണത്തിന്. ഒരെണ്ണം ചെയ്ത ശേഷം 28ാം ദിവസം മനസ്സായി കഴിഞ്ഞാൽ ഇറ്റിപ്പോയതേ പിന്നെ ചെയ്തു എന്ന് പറയാന്നല്ല, 1 രൂപയും കുറച്ചു കൊടുക്കത്തില്ലല്ലോ. ഞാനൊന്നും തന്നിട്ടില്ല. അത് കഴിഞ്ഞ് എൻ്റെ മോടെ മാരേജ് വന്നു. അതിനെനിക്ക് 50,000 ഉണ്ടെന്ന്. ഇന്ന് ആ കുടുംബം സ്വസ്ഥമായി ജീവിച്ചു പോകും. അപ്പൊ ഞാൻ പറഞ്ഞത് ആ റിപ്പീറ്റേഷനിലെ കാര്യത്തിന് വേണ്ടിയും ഈ ലെക്കപ്പോഡിയം എന്ന മെഡിസിന്റെ മാജിക്കിനെ കുറിച്ച് അറിയാനാണ് പറഞ്ഞത്. മറ്റു ഒത്തിരി മെഡിസിൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ കേസുകളിൽ ഒരു 40% കൊടുത്തിന് ലെക്കപ്പോഡിയം. അത് നമ്മൾ കേസ് എടുത്ത് വരുമ്പോൾ അവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ബ്ലൈൻഡായി പറഞ്ഞതല്ല. അപ്പോൾ അത് പറയാൻ കാര്യം, റിപ്പീറ്റേഷൻ ആണ്. പല മെഡിസിനും ശ്രദ്ധാപൂർവ്വം റിപ്പീറ്റ് ചെയ്യാവൂ, എസ്പെഷ്യലി ലെക്കപ്പോഡിയം സൾഫർ. അതുകൊണ്ട് ആ ഭാഗം നിർത്തി. പിന്നെ അടുത്ത ഭാഗമാണ് ശകലം കൂടെ പറയാം. ഈ ഇതെല്ലാം ഞാൻ ആ സ്കീമിൽ കൊണ്ടുവന്നിരിക്കുക. പിന്നെ ചോദിക്കാം, സാറേ മദർ ടിഞ്ചറിനെ ഒത്തിരിയൊക്കെ പറയുന്നുണ്ടല്ലോ, ഒന്നുമില്ല എന്ന്. തീർച്ചയായും ഉണ്ട്. മദർ ടിഞ്ചറിനോട് ഞാൻ പറയുന്നത് ഒന്നിന്റെ കൂടെ തള്ളന്ന ഡീപാക്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ മയാസ്മാറ്റിക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻ ഈ കേസുകളിൽ തെള്ളായി കൊടുക്കാമെന്ന എൻ്റെ റീഡിങ്. ഞാൻ സാറിന് കൊടുക്കുന്ന മെഡിസിൻ പലപ്പോഴും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും ഹെൽത്തി അല്ലെ പീസ്ഫുൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ കൊയിറ്റൽ ആക്ടിവിറ്റി നടക്കാതിരിക്കുകയൊക്കെ ഇതിൻ്റെ ഉണ്ട്. അതിന് വരുമ്പോൾ കൊടുക്കുന്ന മെഡിസിൻ ന്യൂഫർലൂട്ടിയം, ഡാമിയാന, യോഹിബിനം, സെബിൾസെർലേറ്റ, അശ്വഗന്ധ, ഒണിസ്മോഡിയം, ആഗസ് കാക്ടസ്, ഇത്രയും മെഡിസിൻ ഉപയോഗിച്ചു. ഇതെല്ലാം മദർ ടിഞ്ചറാണ്. 10-20 തുള്ളി സൗകര്യം പോലെ കൊടുക്കാൻ പറഞ്ഞ് ഈ പക്ഷേ സ്പേം കൂടുതലുണ്ട്. പക്ഷേ ഹി ഈസ് നോട്ട് ഏബിൾ ടു ഡു എ സാറ്റിസ്ഫാക്ടറി ആക്ടിവിറ്റി. അപ്പം സാറേ, അപ്പം നമ്മൾ കൗണ്ടാണ് നോക്കുന്നത്. കൗണ്ടിൽ ഓക്കെയാണ് സാറേ, കൗണ്ട് ഓക്കെയാണ്, പക്ഷെ എനിക്ക് സംഗതി അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇപ്പൊ ഞാൻ അന്നേരത്തേക്ക് ആദ്യകാലത്ത് ആ ചിന്തകൾ എന്നാ പറഞ്ഞു. പിന്നെ ഞാൻ പഠിച്ചുള്ള കൂടുതൽ മനസ്സിലാക്കിയത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ സ്പിയറിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് കൺക്ലൂഷനായി പറഞ്ഞത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇപ്രകാരം ശ്രദ്ധാപൂർവം കേസ് കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ഹോമിയോപ്പതിക്ക് 50-60% കേസിലും സക്സസ് ഉണ്ടാക്കാൻ സാധിക്കും. എത്രയും വലിയ കോസ്റ്റ്ലി ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന് പോലും 50% സക്സസേ ഉള്ളൂ. ഇത്രയാണ് ആമുഖമായി പറഞ്ഞത്. താങ്ക് യു. എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ 10:15 ആയുള്ളൂ, അതിന് 5 മിനിറ്റ് അനുവദിക്കാം. ഓക്കെ സാർ, നമുക്ക് 15 മിനിറ്റ് ആണ് നമ്മുടെ ചർച്ചയുടെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിന്റെ സാറിന് ഇന്നത്തെ ഒരു നല്ലൊരു കയ്യടി. ഒത്തിരി വിലപ്പെട്ട കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാം, അത് പറയാം. ഇന്ന് നമ്മുടെ ഈ ഇൻഫെർട്ടിലിറ്റി കേസുകൾ ഒരു കാലത്ത് നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഇന്ന് പലർക്കും കേസ് കുറഞ്ഞിട്ടുണ്ട്.
സെയിം ടൈമും ഇതിന്റെ ചികിത്സയുടെ ചെലവെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇവിടെ ഞാൻ ആദ്യകാലത്ത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പീവിജൻ ചെയ്യുന്ന കോയമ്പത്തൂരേ ഉള്ളൂ. എൻ്റെ ഒരു കേസ് ഞാൻ ഫെയിലായി പോയതാണ്. ഫെയിലായിപ്പോയി അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആദ്യം പോയി എല്ലാം നോക്കി 1.5 ലക്ഷം രൂപ. 28ാം പൊക്കം വൈഫങ്ങ് മനസ്സായി. ഉടനെ ഈ പുള്ളി വീണ്ടും ചെന്നു. എന്നാ 1.5 ലക്ഷം മുടക്കിയ കേസാണല്ലോ എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ടും അത് അങ്ങനെ ചെയ്തൊരു തോന്നൽ പോലും ഇല്ലാതെ നിങ്ങൾക്ക് വേണേ ഇനിയും ചെയ്യും, ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് വേണേ എത്രയും പൈസ ഇനി അടച്ചു. ആ സാധനം അന്നത്തെ കാലത്ത് ഞാൻ മേടിക്കുന്ന 250 രൂപയാണ്. എന്നെനിക്ക് ചോദിക്കാൻ ഞാൻ പറഞ്ഞ എനിക്ക് ലക്ഷങ്ങൾ എന്ന കേസുണ്ട്. വലിയ ഡിസ്റ്റിങ്ഷ്ഡ് ആൾക്കാർ തിരുവനന്തപുരത്തെ ആളുടെ പേര് പറയാൻ പറ്റത്തില്ല. അത് ഒരു കേസ് പറയാം. വന്നേച്ച് അന്ന് ഞാൻ 1500 രൂപ മേടിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് കാറേന് ഇവിടെ വരും. മരുന്ന് മേടിച്ച് കവർ വെച്ച് വെച്ചു. ഞാനിത് വിളിച്ച് കൂടുതലുണ്ടല്ലോ, അതൊന്നും ചോദിച്ചില്ല സാറേ, അതൊക്കെ നമ്മൾ വെട്ടിയിട്ടേ. ആ കേസ് വലിയ ആളുടെ പേര് പറയാൻ, അയാള് IG-യുടെ PA ആയിരുന്നു. വൈഫ് വാസ് LLB PhD ഇൻ ലോ. 9 മാസം മരുന്ന് കൊടുത്തു. 10ാം മാസം പ്രഗ്നന്റ് ആയി. അവര് 28ാം പക്കം 28 തൊട്ട് ഇവിടെ വന്ന് എനിക്ക് തന്നത് 2 പവന്റെ മോതിരമാണ് എന്റെ കയ്യിലെടുത്ത് തന്നത്. ഇന്ന് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കേൾക്കുമ്പോ വളരെ സന്തോഷം തോന്നുന്നു. നമുക്കും സാറിനെ പോലെ ട്രീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. സാർ പറഞ്ഞ ടിഞ്ചറുകൾ ഒന്നുകൂടെ ഈ ഫീൽഡ് വരുന്നത് ധൈര്യമായിട്ട് ചികിത്സിക്കണം. സാറ് പറഞ്ഞ ടിഞ്ചറുകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ഒരു മെസ്സേജ് ഉണ്ട്. പറയാം. ന്യൂഫർലൂട്ടിയം എഴുതിയോ? ഡാമിയാന, യോഹിബിനം, സെബിൾസെറിലേറ്റ, അശ്വഗന്ധ, ഒണിസ്മോഡിയം, ആഗ്നസ് കാക്ടസ്. ഇനി യോഹിബിനത്തെ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ മരുന്നുകളൊന്നും ഈ മോഡേൺ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. യോഹിബിനെ മാത്രം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. യോഹിബിനത്തിലെ യോഹിബിൻ എന്ന ആൽക്കലോയിഡിന് ഈ പ്രോപ്പർട്ടി ഉണ്ട്. അത് മോഡേൺ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മെഡിസിൻ പറയാം, ദാറ്റ് ഈസ് ജിങ്കോ ബൈലോബ. കേട്ടോ? ജിങ്കോ ബൈലോബ. അലോപ്പസിന മെഡിസിൻ ഉണ്ട്. അതിന് പേര് കൊടുത്തിരിക്കുന്ന ബൈലോവാസ്, എക്സ്ട്രാക്ട് ഓഫ് ജിങ്കോ ബൈലോബ, ഓസ്ട്രിയ. ഓക്കെ സാറേ, ഞാൻ എന്തായാലും വളരെ സന്തോഷം. ഞാൻ 83-ൽ ജോയിൻ ചെയ്ത് 87-ൽ പാസ് ഔട്ടായ ബാച്ചിലുള്ളതാണ്. എൻ്റെ കൂടെ പഠിച്ച് അന്ന് ആ ബാച്ചിൽ ഉണ്ടായിരുന്ന 1-2 പേര് ഇതില് നമ്മളോടൊപ്പം ഉണ്ട്. പേര് പറയാവോ? പേര് ഒന്ന് ഡോക്ടർ പ്രശോഭനൻ, ഒന്ന് ഡോക്ടർ തമ്പി. അവരൊക്കെ സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് കയറിയതാണ്. അവരെയൊക്കെ സമയത്തിനനുസരിച്ച് ഞാൻ വിളിച്ചോളാം. എന്തായാലും അവർക്കും എന്തെങ്കിലും പറയാൻ കാണും. എന്തായാലും ആ 83-84 സാറ് ഫിസിയോളജി പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3rd ഇയറിൽ പ്രാക്ടീസ് ഓഫ് മെഡിസിനും പഠിപ്പിച്ചിട്ടുണ്ട്. സാർ പഠിപ്പിച്ച നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എന്തായാലും അതിലേക്ക് തിരിച്ചു വരാൻ അവരെ കൂടെ ഞാൻ വിളിക്കും തീർച്ചയായിട്ടും. അപ്പൊ ഈ പ്രശോഭൻ ഡോക്ടറും തമ്പി ഡോക്ടറും ഓർക്കുന്നു. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ അവരൊക്കെ. പിന്നെ ഹരിഹരൻ സാറാണ് ഇപ്പൊ ആദ്യമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഹരിഹരൻ സാറെ സംസാരിച്ചു. മ്യൂട്ടാണ് സാർ. സാർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. ഡോക്ടർ പട്ടാഭി, നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞതാ. ആണോ? ഞാൻ കണ്ടിട്ട് ഒത്തിരി കാലമായി. ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നല്ലോ. എനിക്ക് 75 ഉള്ളൂ. 77. ഞാന് പട്ടാഭിയുടെ വീടിന്റെ പാല് കാച്ചിന് വന്നതാ. ആണല്ലേ? 2000. അതിനുശേഷം പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഇല്ല. അല്ല, അപ്പൊ എന്റെ ജൂനിയർ ആയിരുന്നു അവിടെ. നീ 3rd ഇയർ ആകുമ്പോ 2nd ഇയർ ആകുമ്പോ ഞാൻ 1st ഇയർ. അതെ ശരിയാ.
ഒരു വർഷം പക്ഷെ നമ്മള് അവിടെ ആ സീനിയർ ഇതല്ലായിരുന്നു, നമ്മൾ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അവിടെ. അതെ അതെ, നിങ്ങൾ ഹോസ്റ്റലില്. അമ്പലപ്പുഴയല്ലേ? ആ പിന്നെ പിന്നെ മറന്നുപോയോ? എന്റെ വീട് ചമ്പക്കുളം അറിയാവോ? പിന്നെ പിന്നെ മിനിഞ്ഞാന്ന് എനിക്ക് മിനിഞ്ഞാന്ന് നമ്മുടെ ഏഹ്, രാമരകുറുപ്പിന്റെ പെണ്ണുമ്പിള്ള തൃപ്തി ചപ്പാത്തി മരിച്ചുപോയില്ലേ? മരിച്ചുപോയി ആ, വന്നിരുന്നോ? എന്റെ കസിനാ. ഏഹ് ആഹാ, ആ, ആ. അത് ശരി. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ആ, ഓക്കെ ആ. ഓക്കെ സാറേ, നമുക്ക് ഞാൻ സമയ ഓക്കെ, ഈ പരിമിതിയുണ്ട്. ഈ അപ്പം വിളിച്ച സന്തോഷം. സെലീനിയത്തെ കുറിച്ച് എന്താ ഡോക്ടറുടെ സെലീനിയത്തെ കുറിച്ച് ഒരു തിരക്കില്ലേ പറയാം. ഈ സ്പിയറിൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അറിയാവോ? ഫോളിംഗ് ഓഫ് ഹെയർസ്. ഫോളിംഗ് ഓഫ് ഹെയർസ്. ആ, മുടി പോളിംഗ് കറക്റ്റ്, മുടിക്ക് നിറം പോവുക, മുടി ഉണ്ടാകാതിരിക്കുക, അതിന് ഉപയോഗിക്കുന്ന മെഡിസിനാ സെലീനിയം. 30 ഉപയോഗിക്കുന്നത് അന്നേരം. ഈ സെലീനിയം ഇങ്ങനെയുള്ള കേസില് സിംഗിൾ ഡോസേ കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? മദർ ടച്ചർ കൊടുക്കും. മദർ ടച്ചർ അങ്ങനെ ഇല്ലല്ലോ. അല്ല, പൊട്ടൻസി. ആ, പൊട്ടസി ഞാൻ 30 കൊടുക്കും. ഞാൻ ഈ മുടിയുടെ കേസ് ഞാൻ എന്നെ ശ്രദ്ധിക്കാറില്ല. ഒരു 5-6 ഡോസൊക്കെ കൊടുക്കും. എന്നിട്ട് നമ്മളിപ്പം അത്രയും ക്ലാസ്സിൽ ചിന്തിക്കണ്ട, ഒരു 5-6 ഡോസ് കൊടുത്തേച്ച് ജബോറാൻഡിയും നമ്മുടെ വേറെ എന്തേലും കൂടെ കൂട്ടി തലപ്പെട്ടാനും കൊടുക്കും. ജബോറാൻഡ് ഞാൻ പലപ്പോഴും ഞാൻ അതിനല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഇൻഫെർട്ടിൽ ഇൻഫെക്ടറി ഞാൻ കൊടുക്കും. 30 കൊടുക്കുന്നത്. 30 സിംഗിൾ ഡോസേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? തർക്കിക്കുന്നില്ല. അത് ആ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ ശരി ഓക്കെ ഡോക്ടർ. സാറേ. ഓക്കെ ഏ സാറേ, ശ്രീധരക്കുറുപ്പ് സാർ, ഒത്തിരി പേരുണ്ട് ഹാൻഡ് റൈസ് പറയാം, ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഓക്കെ, അടുത്തത് ശ്രീധരക്കുറുപ്പ് സാറാണ്. സാറേ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ശ്രീധരക്കുറുപ്പ് സാറേ, ഞാനാണ്. അൺമ്യൂട്ട് ചെയ്യാമോ? ശ്രീധരക്കുറുപ്പ് സാറിന് അൺമ്യൂട്ട് ചെയ്യാമോ? ഞാൻ എങ്ങനെ അവിടെ ഏതാ? അല്ല, ശ്രീധരക്കുറുപ്പ് സാറ് മ്യൂട്ടായിരിക്കണല്ലോ. ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ശ്രീധരക്കുറുപ്പ് സാറ് ഇപ്പൊ കേക്കാവോ? ആ കേക്കാം, സംസാരിച്ചോളൂ. ഞാൻ വീട്ടിലെ ഡ്രസ്സിലിരിക്കുന്നതുകൊണ്ടാ ഇത്. കുഴപ്പമില്ല. സാർ ചുരുക്കി. ഏതായാലും ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോഴെങ്കിലും ഇതിൻ്റെ അകത്തൊക്കെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഏതായാലും പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു ലെക്ചർ ഞങ്ങളൊക്കെ കമ്പനി സ്റ്റഡിക്കാരായിരുന്നു. അന്നേരം തന്നെ ഡോക്ടർമിയൊക്കെ അന്നേരം തന്നെ ക്ലാസ് എടുക്കുമായിരുന്നു. നാരായണപിള്ള, ഡോക്ടർ നാരായണപിള്ള, ഡോക്ടർ പട്ടാമ്പിയൊക്കെ അന്ന് തന്നെ ഞങ്ങൾക്ക് ക്ലാസ് തന്നെ എടുത്തിട്ടുള്ള. ഏതായാലും വളരെ നന്നായിരുന്നു, വളരെ ഉഗ്രമായിരുന്നു. ഇനിയും വരിക. വേറെ പല സബ്ജക്റ്റും, എല്ലാ സബ്ജക്റ്റിലും വളരെ പ്രാവീണ്യമുള്ള ആളാണെന്നറിയാം. വന്നതിൽ വളരെ സന്തോഷം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒത്തിരി പേര് കാൻസൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത്. അതുകൊണ്ട് ഞാൻ അല്ല, ഞാൻ പറയുമായിരുന്നു, എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ശ്രീധരക്കുറുപ്പാ, ഞങ്ങൾ ക്ലാസ്മേറ്റ്സാ. ഓ ശരി. ഇങ്ങനെ സംഘടനയുണ്ട്, നീ പോണോന്ന് എന്നെ വഴക്ക് പറഞ്ഞാൽ കൊണ്ടുവന്ന് ഇങ്ങോട്ടാ. ശരി. അപ്പൊ ഒരു ബെഞ്ചിൽ പഠിച്ചതാ, ഒരു ബെഞ്ചിൽ. ശ്രീധരക്കുറുപ്പ് സാറിന് പ്രത്യേകം നന്ദി, പട്ടാഭി സാറിനെ കൊണ്ടുവന്നേ. പലരെ വിളിക്കും, പക്ഷേ എല്ലാരും ആരും വരുന്നില്ല. അടുത്തത് ജയചന്ദ്ര ഡോക്ടറാണ്. ജയചന്ദ്ര ഡോക്ടറെ ചുരുങ്ങിയ വാക്കുകൾ, ഇനി 1-2 പേരെ കൂടെ വിളിക്കാനുണ്ട്. ഡോക്ടറെ, ഞാൻ ഇവിടെ എന്റെ കുട്ടിപ്പട്ടാളങ്ങൾ എന്റെ കുട്ടിപ്പട്ടാളങ്ങൾ ഉറങ്ങാൻ കിടന്നുകൊണ്ടാണ് ലൈറ്റ് ഓഫ് ചെയ്തത്. സാറിനെ ഞാൻ കാണുന്നുണ്ട്. സിനിമാ നടൻ തിലകനെ കണ്ടതുപോലെയുള്ള ഒരു സന്തോഷമാണ്. പഴയ സിനിമ തിലകനെ പിന്നെ സാറിന്റെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സാറ് സെമൻ അനാലിസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചിലര് പറയുന്നുണ്ട് ഈ 2-3 ദിവസം കൊഴിഷനോ മാസ്റ്റർബേഷനോ ഒന്നും ഇല്ലാതിരുന്നിട്ട് വേണം സെമൻ എടുക്കാന്. പിന്നെ അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്താല് വളരെ സമയം കഴിഞ്ഞേ എടുക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നു. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. യൂറിനകത്ത് യൂറിയായും സോൾട്ടും ഒക്കെ ഇല്ലേ? യൂറിൻ, അതായത് സെമന്റെ pH മാറി ഡെഡായി.
അതെ. ഒന്ന്. പിന്നെ ആ ഒരു ആ സാധാരണഗതിയിൽ 48 to 72 അവേഴ്സ് നമ്മൾ ചെയ്യാതിരുന്ന ശേഷം എടുക്കുന്നതാണ് ഒരു ആവറേജ് ആയി ഒരു അളവ് കിട്ടുന്നത്. അതുകൊണ്ടാ അതെ ഒരു അതെ ഒരു 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 മെഡിക്കൽ ഡേറ്റ അല്ലേ അത്. ആ അതെ ഡേറ്റയ്ക്ക് ഒരു പാരാമീറ്റർ വേണമല്ലോ. അതെ 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 അതുകൊണ്ടാ അതെ 3 ദിവസം. ഞാൻ സാധാരണ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ആ പരീക്ഷ പരിശോധിക്കാൻ കൊടുക്കുന്ന തലേ ദിവസങ്ങളിൽ 2 കാര്യങ്ങളും ചെയ്യണ്ട, ആ എന്നിട്ട് നോക്കണം. ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് അതെ യൂറിന്റെ ഇതേ അതെ ഉള്ളൂ. യൂറിന്റെ അംശം വന്നാൽ സെമൻ ആ എന്ന് പറയുന്ന 1.5 to 3 മില്ലിയേ ഉള്ളൂ. ആ അതിനകത്തൊരു 4-5 തുള്ളി യൂറിൻ അംശം വന്നാൽ pH ഓൾട്ടർ ചെയ്യും. അതെ അതെ pH ഓൾട്ടർ ചെയ്യുമ്പോൾ ഓക്കെ എന്നാ പറ്റും? സ്പേംസ് ഡെഡ് ആയി പോകും. ഓക്കെ. ആ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുകയാണ്. അതെ ഇപ്പൊ അതെ. ഇനിയും അനാലിസിസിൽ ചോദിക്കാനുണ്ട് അടുത്ത ദിവസമായിട്ട്. ഈ ആ പെട്രോളിയം കമ്പനിയിലൊക്കെ പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെട്രോളിയം അവർക്ക് സ്റ്റെറിലിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. അത് ഈ സ്കോട്ടർ ഹീറ്റിംഗ് ഉണ്ടല്ലേ? അത് ഹീറ്റ് അത് ആ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞില്ലതേ ഉള്ളൂ. അങ്ങനെയുള്ളവരുടെ പറയാന്നറിയാവോ? പറയുമ്പം അവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അണ്ടർ വെയറിങ് ഒന്നും ഉപയോഗിക്കരുത്. ഈവൻ സ്കോട്ടൽ കൂളിംഗ് വരെ പറയുന്നുണ്ട്. പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സിറ്റ് ഓൺ ദാറ്റ് ടു കൂൾ ദി ടെസ്റ്റിക്കിൾസ്. കേൾക്കാവോ? കേട്ടു. സാറ് പറഞ്ഞത് കേട്ടു. ജയചന്ദ്രൻ ആ ഡോക്ടർക്കാണ് ആ റേഞ്ച് ആ ഇല്ല. അങ്ങനെ ഓക്കെ. അങ്ങനെ സംഗതിയുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലെന്നുള്ളേ ഉള്ളൂ. ആ ഓക്കെ. അടുത്തത് എന്റെ ക്ലാസ്മേറ്റ് കൂടിയായ ഡോക്ടർ പ്രശോഭനൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഇതാണ് പ്രശോഭനൻ ഡോക്ടർ, ആ എന്റെ ക്ലാസ്മേറ്റ്. യെസ്. സാറിന്റെ 83, അതെ അതെ 84 അതെ അതെ ബാച്ചിലുള്ളതാണ്. ആ ഏറ്റവും ആ സാർ 83-ലെ ഫിസിയോളജി പഠിപ്പിച്ച 3 പേരിൽ അപ്പുക്കുട്ടൻ സാർ, പട്ടാഭി സാർ, ബാലസുബ്രഹ്മണ്യം അതെ അതെ ഇവരെ ഞങ്ങള് നന്നായി ഓർക്കുന്നു, ഇപ്പോഴും സ്മരിക്കുന്നു. സാറിന്റെ ക്ലാസ് പോലെ, അന്നത്തെ ക്ലാസ് പോലെ തന്നെ ഇപ്പോഴും. എന്നോട് ജേക്കബ് പറയുമായിരുന്നു, ജേക്കബേ പുറത്ത് ആ. നിൽക്കുന്നുണ്ട് ഓടിച്ചിട്ട് ക്ലാസ് എടുക്കുമെന്ന്. അതെ അതെ അതെ. അല്ല അത് അന്ന് കഴിഞ്ഞ് അതെന്താ കാര്യം എന്നറിയാം. നിങ്ങളിപ്പോ പറയാം അപ്പുക്കുട്ട സാറല്ലേ അധികായൻ. അതെ നമ്മൾ അതെ അതെ. പുള്ളിയെക്കാളും ഒരിക്കലും മോശമാകരുത്. ആ. സാറിന്റെ കാരണം അപ്പുക്കുട്ട സാറ് കഴിഞ്ഞ് അങ്ങനെ മുഴുവൻ എടുത്ത ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാരും പുള്ളി ഓടിച്ചു വിടുന്നത്. കൈമള സാറ്, സൂതൻ സാറ് ഡിപ്പാർട്ട്മെന്റ് ഓടിച്ചു വിട്ടു പുള്ളി. അവർക്ക് ആദ്യം വന്നത് അങ്ങനെ. ഓക്കെ. പുള്ളിയെ മാത്രം എന്നെ അക്സെപ്റ്റ് ചെയ്തോടെ. അങ്ങനത്തെ ആരോഗ്യമൊക്കെ. എനിക്ക് വയസ്സ് 77 ഉണ്ട്, അറിയാവോ? കുഴപ്പമില്ല. ഞങ്ങള് ഡോക്ടർ പ്രമീളയുടെ മകന്റെ കല്യാണത്തിന് സാറിനെ കണ്ടിരുന്നു അമ്പലപ്പുഴ വെച്ച്. അത് ആ കഴിഞ്ഞിട്ട് ആ, അങ്ങനെ ശരിയാ. കണ്ടതാണ്. ആ, അതെ അതെ. പ്രമീളയുടെ പ്രശോഭനൻ ഡോക്ടർ പ്രമീള എന്റെ കസിൻ സിസ്റ്റർ ആണ്. അതെ അതെ അതെ. അപ്പൊ അവിടെ വെച്ച് കണ്ടു, അമ്പലപ്പുഴ അമ്പലത്തിൽ. ജൂനിയർ ആയിട്ട് കുറെ നാൾ വർക്ക് ചെയ്തു. പ്രമീളയോ? ആ. ഓക്കെ. തമ്പി ഡോക്ടർ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രശോഭനൻ ഡോക്ടർ നമ്മുടെ സാറിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. സാറ് ഞങ്ങളുടെ ആ ക്ലാസ്സിന് ശേഷം ഇതുവരെയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. സാറ് IFPHൽ ഇനിയും തുടർന്ന് വന്നാൽ ഞങ്ങൾക്ക് അന്ന് കിട്ടാത്ത കുറെ അറിവുകളോട് ഇനി കിട്ടും. വരാം. അപ്പൊ അതുകൊണ്ട് സാറ് ഇനിയുള്ള ഇതിലെല്ലാം പങ്കെടുക്കണം, വരണം. പഠിപ്പിക്കുന്ന ആറിനോട് ഞാൻ അവിടുന്ന് വെളിച്ചം പറ്റിക്കഴിഞ്ഞും 10 കൊല്ലം ശാരദാകൃഷ്ണനെ പഠിപ്പിച്ചു. അതായത് 70 കഴിഞ്ഞാൽ CC സമ്മതിക്കുക, CCH. അതെ അതെ 70 കഴിഞ്ഞാൽ CCH സമ്മതിക്കുക. റിട്ടയർ ആൾക്കാരെ എടുക്കാം, പക്ഷെ 70-നപ്പുറം പോകാൻ പാടില്ല. മോഹൻ സാർ എന്റെ സുഹൃത്താ. ഞാൻ റിട്ടയർ ആയിട്ട് പിറ്റേ കൊല്ലം എന്നെ വിളിച്ചു. 68 വയസ്സിന് ഞാൻ പോയി അവിടെ. എല്ലാ മാസവും വേണുഗോപാലൊക്കെ എപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ചേർത്തല. ചേർത്തല വേണം. അതെ ഉണ്ട്. അതെ. ആ പിന്നെ നിങ്ങളുടെ സുബ്രഹ്മണ്യനെ ഓർക്കുന്നുണ്ടല്ലേ? ബാലസുബ്രഹ്മണ്യം അപ്പുക്കുട്ട സാറിന്റെ വീട്ടിൽ പിന്നെ ട്യൂഷനും പോകുമായിരുന്നു. പിന്നെ സാറിന് അന്ന് എന്താണ് പഠിപ്പിക്കുന്നതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. പിള്ളേർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ സാർ അവരെ പഠിപ്പിച്ചേ വിടൂ. സാർ ജേക്കബൊക്കെ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്, സാറ് കണ്ടാ ഓടിച്ചിട്ട് ക്ലാസ് എടുക്കും. ഞാൻ ഓടിപ്പോയി. ഇപ്പൊ പറയുന്നു, അയ്യോ അന്ന് എനിക്കത് പോയി ഇരിക്കേണ്ടതായിരുന്നു. ഓക്കെ. അത് നമ്മളെ കൂടെയുള്ള തമ്പി ഡോക്ടർക്ക് പ്രത്യേക ഒരു നന്ദി
പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആവുക പുള്ളിയെ ഓക്കെ, കാണാൻ അതെ. പറ്റും. തമ്പി ഡോക്ടർക്ക് ഒന്ന് വീഡിയോയിൽ വരാമോ? വരുന്നു. ഇതാണ്ട് ഇതാണ് തമ്പി ഡോക്ടർ, ഞങ്ങളെ ബാച്ചിലുള്ള. സാറിന് ഹലോ കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ മേല. കാണുന്നില്ല. കാണുന്നില്ലേ സാറേ? കാണാമല്ലോ. ഇപ്പൊ വന്നു. ഞങ്ങള് ഓക്കെ. 83 ബാച്ചാണ് സാർ. ഓക്കെ, താങ്ക് യു. സാറ് മ്യൂട്ടായി പോയി, സാറൊന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി സമയം കഴിഞ്ഞ് സമയം തീരാറായില്ലേ? കഴിഞ്ഞ് നമുക്ക് ഓക്കെ, വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 4 മിനിറ്റ് അധികമായി. ഇന്ന് 2-3 മിനിറ്റ് ഓക്കെ. താമസിച്ചാണ് നമ്മൾ ഇന്ന് മലയാള സെഷൻ തുടങ്ങിയത്. എന്തായാലും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സാറിനെ കണ്ടതിൽ വളരെ സന്തോഷം. സാറിന്റെ ക്ലാസ് കേട്ടതിൽ അതിനേക്കാൾ സന്തോഷം. നമ്മൾ ആ 83-87 കാലയളവിലേക്ക് പോയതുപോലെ തോന്നി. സാർ ഇനിയും വരണം. ഇനി എന്താണ് സ്ത്രീ വന്ധ്യതയെ കുറിച്ചുള്ള ക്ലാസ്സുമായിട്ട് തീർച്ചയായിട്ടും വരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സാറിന് ഒരിക്കൽ കൂടി നന്ദിയും. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സാറ് വീണ്ടും വന്ന് നമ്മൾ നോക്കിയിരിക്കും. സ്ത്രീ വന്ധ്യതയായിട്ട് വരണം സാർ. സാറ് മ്യൂട്ടായി പോയി, അതുകൊണ്ട് സാർ പറഞ്ഞ കേട്ടില്ല. ആ ഓക്കെ സാറേ, സാറിനെ വിളിച്ചോളാം.